ഇനി കേരളത്തിലെ ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്തും വിപുലമായാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നത്. ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. സിറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ നടന്ന ചടങ്ങുകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, 2025 ക്രിസ്മസ് നമുക്ക് വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ക്രിസ്മസാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ജൂബിലി വർഷത്തെ വിളിച്ചത് പ്രത്യാശയുടെ ജൂബിലി എന്നാണ്. മാർപ്പാപ്പ തന്നെ തെരഞ്ഞെടുത്ത മുദ്രാവാക്യം പ്രത്യാശയുടെ പ്രവാചകന്മാരും പ്രേക്ഷിതരുമാകുവാനുള്ള ആഹ്വാനമായിരുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ ഈ നൂറ്റാണ്ടിലെ കാൽഭാഗം നമ്മൾ പിന്നിടുകയാണ്. ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ 25 വർഷങ്ങൾ നമ്മൾ ദൈവത്തിന് മുൻപിൽ കൂപ്പുകരങ്ങളോടെ നന്ദിയോടെ നിൽക്കുകയാണ്. പ്രത്യാശയുടെ പ്രവാചകന്മാരെ പ്രേക്ഷിതരെ എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതികളോട് മനുഷ്യൻ കാണിക്കുന്ന സന്മനസ്സാണ്, മനുഷ്യൻ നൽകുന്ന സഹകരണമാണ്. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജേനറ്റോയുടെ കാർമ്മികത്വത്തിലായിരുന്നു പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ തിരുക്കർമ്മങ്ങൾ. വിശ്വാസികൾക്ക് നേരെ ആക്രമണം കൂടുന്നതിൽ ആർച്ച് ബിഷപ്പ് ആശങ്ക അറിയിച്ചു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൾ മാർ ക്ലീമീസ് ബാവ നേതൃത്വം നൽകി. ഭയപ്പെടുത്താനും മർദ്ദിക്കാനും അവർക്ക് കഴിയും, എന്നാൽ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണമെന്നും വെറുപ്പുണ്ടാക്കുന്നവരുടെ ഹൃദയത്തിൽ വെളിച്ചം കൊടുക്കാൻ പ്രാർത്ഥിക്കണമെന്നും ക്രിസ്മസ് സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. കാലം പോയി തിരുനാളുകളും സ്മൃതിയും മാഞ്ഞു. തലമുറകൾ വന്നും പോയും നിൽക്കും തിരുനാളിൻ കോയ്മ നിന്റേതല്ലോ. നിന്റെ ജനനത്താൽ സകല സ്വർഗീയരും ഭൗമികരും അതിശയിക്കുകയും നിനക്ക് പൂർണ്ണമായ സ്തുതി നൽകുകയും ചെയ്തതിനാൽ ദൈവമേ, നിന്റെ ജനന ദിവസത്തിൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും നീ സംയോജിപ്പിക്കുകയും അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവേ, ആദിയിലങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്, അവയൊക്കെ നശിക്കും, അങ്ങ് മാത്രം നിലനിൽക്കും. വസ്ത്രം പോലെ അവ പഴകിപ്പോകും, മേലെങ്കി പോലെ അങ്ങ് അവയെ മടക്കും. ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ നിന്ന്
എറണാകുളം അരക്കുന്നം പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് യാക്കോബായ സഭാ അധ്യക്ഷൻ ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവ നേതൃത്വം നൽകി. കൊല്ലം ഇടമൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലെ ചടങ്ങുകൾ. കരോൾ സംഘത്തിന് നേരെയുള്ള ആക്രമണം ദൗർഭാഗ്യകരമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി നടന്ന ചടങ്ങുകൾ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകി.
Gloria, 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 Gloria. കണ്ണീരൊപ്പിടുവാൻ കഥനമകറ്റിടാൻ കാലിത്തൊഴുത്തിൽ പിറന്നു നാഥൻ. കാണുവണങ്ങിടുവിൻ കൈകൾ കൂപ്പിടുവിൻ പാടാമോദം പാടാം തിരുജനനം. മാലോകക്കായി താളമേളത്തിൽ പാടിടമോ താരകങ്ങളെ താരകങ്ങളെ താരകജാലങ്ങളെ താളത്തിൽ പാടിടമോ മേളത്തിൽ പാടിടമോ താരകങ്ങളെ താരകങ്ങളെ താരകജാലങ്ങളെ താളത്തിൽ പാടിടാമോ താളമേളത്തിൽ പാടിടാമോ താളത്തിൽ പാടിടാമോ താളമേളത്തിൽ പാടി